അവിടെ ഞാൻ കച്ചവടം തുടങ്ങുമ്പം പുതിയ കടയും പുതിയ സ്ഥലവും പിന്നെ കസ്റ്റമേഴ്സും ആരെയും അറിയില്ലല്ലോ. കാരണം ആ കടയ്ക്കും ഈ കടയ്ക്കും 2 കിലോമീറ്റർ വ്യത്യാസമുണ്ടായിരുന്നു. ബാംഗ്ലൂരില് ഒരു ലൊക്കേഷൻ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പാർക്കിംഗ് ആണ് കിട്ടേണ്ടത്. സോ പാർക്കിംഗ് കിട്ടണം. അതിനുശേഷം ആ വെദർ, ആ ഏരിയയിലുള്ള ആളുകളൊക്കെ മീൻ കഴിക്കോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണം. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നെയ്ബേഴ്സ് കംപ്ലൈന്റ്. ഈ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങള് നെയ്ബേഴ്സുമായിട്ട് സംസാരിച്ച് നല്ലൊരു അമിക്കബിൾ ബോണ്ട് തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഈ ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം ആ സ്ഥലം നോക്കുകയാണെങ്കിൽ 400 സ്ക്വയർ ഫീറ്റ് എന്തായാലും വേണം. വൈഫൈയിൽ ഞങ്ങൾക്കൊരു കൗണ്ടർ ഉണ്ട്. അത് വളരെ ചെറിയ കൗണ്ടറാണ്, പക്ഷെ വളരെ നീറ്റുമാണ്. ഒരു ശരാശരി മലയാളിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത 2 വിഭവങ്ങളാണ്, ഒന്ന് ചിക്കൻ, മറ്റൊന്ന് ഫിഷ്. ഭക്ഷണത്തോടൊപ്പം ഒരു നേരം ചിക്കനോ മീനോ ഇല്ലാതെ നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. അത്രത്തോളം ഇവയ്ക്ക് നിത്യജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ട് നമുക്കിതൊരു ബിസിനസ് ആശയമാക്കി മാറ്റിക്കൂടാ? ഇപ്പോൾ നിങ്ങൾ ഇതെങ്ങനെ ഒരു ബിസിനസ് ആക്കി മാറ്റാമെന്നായിരിക്കും ആലോചിക്കുന്നത്. അതിന് ബോസ്വാൽ ആപ്പ് നിങ്ങളെ സഹായിക്കും. ഫിഷ് ചിക്കൻ റീറ്റെയിൽ ബിസിനസ് കോഴ്സിൽ ഏറ്റവും ഉയർന്നതും ഏറ്റവും ഗുണമേന്മയുള്ള മത്സ്യവും ചിക്കനും എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നും എങ്ങനെ ഫലപ്രദമായി വിപണിയിൽ എത്തിക്കാമെന്നും വിൽക്കാമെന്നും നിങ്ങളുടെ ബിസിനസ് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും വിപുലീകരിക്കാമെന്നും നിങ്ങൾ പഠിക്കും. നിങ്ങളുടെ ബിസിനസ് പ്ലാൻ സജ്ജീകരിക്കുന്നത്, മികച്ച വിതരണക്കാരെ കണ്ടെത്തുന്നതിന് റീറ്റെയിൽ പ്രവർത്തനങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ നമുക്ക് ഈ കോഴ്സിലൂടെ പഠിക്കാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഈ ഷോപ്പ് തുടങ്ങാൻ ടോട്ടലായിട്ട് 15 ലക്ഷം ചെലവ് ചെയ്തിട്ടുണ്ട്. 15 ലക്ഷത്തിൽ ഏകദേശം 4 ലക്ഷം രൂപ ഞാൻ അഡ്വാൻസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ ഓരോ തിങ്സിനും ഓരോ വിലയായിരുന്നു. ഇവിടെ ചിക്കൻ സെൻറ്ററിൽ ചിക്കൻ കൗണ്ടറിൽ നോക്കുകയാണെങ്കിൽ 5-6 ലക്ഷം രൂപ ചിക്കൻ കൗണ്ടറിൽ തന്നെ ചിലവായി കഴിഞ്ഞു. കോഴിയെ കൊല്ലുവാൻ കില്ലിംഗ് കോഴി എന്നൊന്നുണ്ട്. ആ മെഷീന് മാത്രം 40,000 രൂപ ചിലവായി. വെറും 40,000 രൂപ മാത്രമാണ്. പിന്നെ കോഴിയെ വൃത്തിയാക്കി തരുന്ന മെഷീന് ഒരു 70,000 രൂപയായി. അത് മാർക്കറ്റിൽ നോക്കുവാണെങ്കിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. അതും കോയമ്പത്തൂരിലാണെങ്കിൽ ഇനിയും കുറയും. അത് മാർക്കറ്റിൽ 12,000-13,000 കിട്ടും. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ നന്നാവണമെന്ന് വെച്ചിട്ടാണ്. മാത്രമല്ല ഗ്യാരണ്ടി ഉണ്ടെന്ന് വെച്ചാണ് ഞാൻ 70,000 കൊടുത്ത് വാങ്ങിച്ചത്. പിന്നെ ഈ കോഴിയെ വിൽക്കാനുള്ള ആ കൂട് അതെൻ്റെ അടുത്ത് ഒരു 3 എണ്ണം ഉണ്ട്. പുറത്തൊന്നും അകത്ത് 2 ആയിട്ടാണ് ഉള്ളത്. ടോട്ടലായിട്ട് നോക്കുവാണെങ്കിൽ എനിക്ക് കൂടിന് മാത്രം 80,000 രൂപ ചിലവായിട്ടുണ്ട്. വെറും കൂടിന് മാത്രം. അതിനുശേഷം ആ സ്റ്റാൻഡ് ക്ലീൻ ചെയ്യാൻ ടേബിൾ വേണം. ആ ഡിസ്പ്ലേ ടേബിൾ സാധാരണ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കല്ലിൻ്റെ മേളിൽ വെച്ചായിരിക്കും ചെയ്യുന്നത്. ഞാൻ കുറച്ചുകൂടി വൃത്തി ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ആ കോഴി ടേബിൾ വാങ്ങിച്ചത്. അത് തന്നെ എനിക്ക് 35,000 രൂപയുടെ അടുത്തായി. അതിനുശേഷം കട്ടിംഗ് മെഷീൻ എനിക്ക് 60,000 രൂപ ചിലവായി. കോഴിയെ കട്ട് ചെയ്യാൻ, അത് ഹാൻഡ്ലിങ്ങിലും കട്ട് ചെയ്യാം, മെഷീനിലും കട്ട് ചെയ്യാം. പിന്നെ ടൈൽസ് ഇട്ടു, പിന്നെ ലേബർ പ്ലസ് പിന്നെ പെയിൻറ്റിങ്, പിന്നെ കോഴിയൊക്കെ ചേർന്ന് എനിക്ക് ഏകദേശം ഒരു 5-6 ലക്ഷം രൂപയായി. ഫിഷ് കൗണ്ടറിൽ നോക്കുവാണെങ്കിൽ ഫിഷ് ടേബിളുണ്ട്, ഡിസ്പ്ലേ ടേബിളുണ്ട്. ഡിസ്പ്ലേ ടേബിളിന് മാത്രം 90,000 രൂപയായി. പിന്നെ ഈ ടേബിളിന് ഏകദേശം 35,000 രൂപയായി. ഇത് ക്ലീനിങ് ടേബിളാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഓരോ സാധനത്തിനും ഓരോ കാശ് കൊടുത്താണ് വാങ്ങിച്ചത്. ടോട്ടലായിട്ട് 15 ലക്ഷം രൂപ വരെയായി. അഡ്വാൻസ് ലേബർ, പെയിൻറ്റിങ്, പിന്നെ ഫർണിച്ചേഴ്സ്, ഗ്ലാസ് ഐറ്റംസ്, അങ്ങനെ എല്ലാം ചേർന്ന് എനിക്കൊരു 15 ലക്ഷം രൂപയുടെ അടുത്തായി. അതായത് ഈ എമൗണ്ടൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ബാങ്കിൽ ലോൺ ഇട്ടിരുന്നു, പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിരുന്നില്ല. പിന്നെ എൻ്റെ കസിൻ്റെ അടുത്തുനിന്നും അവിടെ നിന്നൊക്കെ വാങ്ങിയിട്ടാണ് ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അതിനുശേഷം ബാങ്കിൽ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് എനിക്കൊരു 10 ലക്ഷം രൂപ ബിസിനസ് ലോണായിട്ട് കിട്ടി. 10 ലക്ഷം ബിസിനസ് ലോൺ വാങ്ങിയിട്ട് ഞാൻ എല്ലാ മാസവും EMI ആയിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്റ്റോർ എടുക്കുമ്പോൾ എനിക്ക് ടോട്ടലി 30 ലക്ഷമാണ് ചിലവായത്. എനിക്ക് അതൊരു ഹ്യൂജ് എമൗണ്ട് ആയിരുന്നു. അത്രയും ഹ്യൂജ് എമൗണ്ട് ആരുടെ കയ്യിലും ഉണ്ടാവില്ല. സോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ടോപ്പപ്പ് ലോൺ അപ്ലൈ ചെയ്തു. വീടിൻ്റെ പേര് പറഞ്ഞ് ടോപ്പപ്പ് ലോൺ വാങ്ങിയിട്ട് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇത് ടോട്ടലി ഡെപ്പോസിറ്റ് 10 ലക്ഷം രൂപയാണ് കൊടുത്തത്. പിന്നെ ബാക്കിയുള്ള എമൗണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാനത് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ഉപയോഗിച്ചു. അതായത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ലെവലിൽ ഇത്രയും വലിയ ഷോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ 10 ലക്ഷം പോലെ ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ വേണം. അത് തീർച്ചയായിട്ടും ആവശ്യമാണ്. അതിനുശേഷം നിങ്ങളുടെ ഇൻവെൻട്രിക്ക് വേണ്ടി ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ ഡെയിലി പർച്ചേസ്, പിന്നെ ഫിഷ് പർച്ചേസ്, ഇതിനൊക്കെ ചുരുങ്ങിയത് ഒരു ദിവസം 5 ലക്ഷം രൂപയെങ്കിലും ചിലവാകും നിങ്ങൾക്ക്. ഇത് നിങ്ങൾക്ക് എന്താകുമെന്ന് വെച്ചാൽ വീക്ക്ലി റൊട്ടേഷൻ ആകും. അതിനനുസരിച്ച് വേണം ചെയ്യാൻ. അതിനുശേഷം നിങ്ങളെല്ലാ ചിലവും എടുത്ത് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഈ റെന്റ്, സാലറി, പിന്നെ എല്ലാം ചേർത്ത് ഇതുപോലെ ഗ്രാൻഡായിട്ട് ഒരു ഷോപ്പ് വെക്കണമെങ്കിൽ 2 ലക്ഷം രൂപയെങ്കിലും ആകും. ഐ മീൻ മിനിമം 2.5 lakhs. മത്സ്യം
ചിക്കൻ റീറ്റെയിൽ ബിസിനസ് കോഴ്സിലെ മൂലധനം എന്നൊരു ചെറിയ ഭാഗത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയത്. ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് മൂലധനം. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തിൽ നിങ്ങൾക്ക് ഒരു വ്യക്തത ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. അതുകൊണ്ട് മാത്രമായോ? ഇല്ല അല്ലേ? മത്സ്യം ചിക്കൻ റീറ്റെയിൽ ബിസിനസിന്റെ A to Z കാര്യങ്ങൾ അടങ്ങിയ കോഴ്സ് വീഡിയോ ഇപ്പോൾ ബോസ്വാല ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ബോസ്വാല ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ബോസ്വാല ഡൗൺലോഡ് ചെയ്യൂ. നമുക്കിനി വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. ഇത് തുടങ്ങുന്ന സമയം തന്നെ ഞാൻ ടോപ്പ് അപ്പ് ലോൺ അപ്ലൈ ചെയ്ത് പൈസ കിട്ടിയായിരുന്നു. പക്ഷേ എല്ലാ പുതിയ ബിസിനസ്സിനുമുള്ള പ്രശ്നം തന്നെ തുടക്കത്തിൽ എനിക്ക് അധിക പ്രോഫിറ്റ് ഒന്നും കിട്ടിയില്ല. പിന്നെ എനിക്ക് ലാഭം എന്ന് പറയാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സോ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ അടുത്തുള്ളത് തന്നെ ഏകദേശം 1,00,000 രൂപ, 1,35,000 രൂപ ഇങ്ങനെ ചെലവാക്കി തുടങ്ങി. ഒരു ഡോക്ടറായ ഞാൻ വേറെ സ്ഥലത്ത് നിന്ന് സമ്പാദിച്ച് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് ഇനിഷ്യലി തുടങ്ങുന്ന സമയത്ത് ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെയാണ് ഞാൻ എല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ ബിസിനസ്സിൽ എനിക്ക് വളർച്ച ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു 9 മാസമുള്ള കുട്ടിയാ. സോ ആദ്യത്തെ 9 മാസം എല്ലാം ഞാനായിരുന്നു നോക്കി നടത്തിയത്. എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് തന്നെ കൊടുത്തു ഞാൻ റെഡിയാക്കുമായിരുന്നു. ഇത് ഞാൻ ചെറുതായിട്ടാണൊന്ന് തുടങ്ങി വച്ചത്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് 1,00,000 രൂപയോളം ചെലവ് ചെയ്തു. അതിനുശേഷം അതിൽ നിന്ന് കിട്ടിയ ലാഭം ഞാൻ അതിലേക്ക് തന്നെ ചെലവ് ചെയ്ത് അതിൽ നിന്നും അനാവശ്യമായിട്ട് ചെലവ് ചെയ്യാതെ ശമ്പളം കൂടി ഞാൻ അതിലേക്ക് നിക്ഷേപിച്ചു. അതേ കാശ് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിങ്ങനെ ഉയർത്തിയെടുത്തത്. കോഴി നമ്മുടെ കൂടെ ഉള്ളതിനാൽ തന്നെ കോഴിയുടെ പണം കോഴി വാങ്ങിയത് കടം തന്നെയാണ്. പേയ്മെൻ്റ് ഒന്നും അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. എവിടെയാണോ നമ്മുടെ പോൾട്രി ഫാം ഉള്ളത് അവിടെ തന്നെ നമ്മൾ റീറ്റെയിൽ സെയിൽസ് ചെയ്യണം. ഞങ്ങളുടെ തന്നെ ഇവിടെ പരമപ്പള്ളിയിൽ ഒന്നുണ്ട്, അതല്ലാതെ മണിപ്പാലിലും ഒന്നുണ്ട്. സ്ഥലമുണ്ട്. അവിടെ തന്നെ ഞങ്ങളൊരു ബിൽഡിംഗ് കെട്ടി അവിടെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് സമ്പാദിച്ച പണമാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തത്. വേറൊന്നുമില്ല. ഞങ്ങളവിടെ കോഴി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കോഴിയിൽ നിന്ന് കിട്ടുന്ന പണം ഞങ്ങൾ തന്നെ എടുക്കും. അതായത് ഞങ്ങളുടെ കമ്പനി തന്നെ. ഞങ്ങളിവിടെ മണിപ്പാലിലാണുള്ളത്. അവിടെ കുറഞ്ഞത് ഒരു 10,00,000 രൂപ വരയ്ക്കും റിനോവേഷൻ, മിഷനറി ഇതിനെല്ലാത്തിനും കൂടി ഒരു 10,00,000 രൂപ ചിലവായി. അവിടെ ഞങ്ങളുടെ കൂടെ 3 ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അതായത് കൂടുതലായിട്ട് ജോലി ചെയ്യുന്നവർക്ക് ഞങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ കൊടുക്കാറുണ്ട്. മാസത്തിൽ ആദ്യത്തെ ആഴ്ച അല്ലെങ്കിൽ 15 ദിവസത്തിന് ശേഷം ഞങ്ങൾ കൊടുക്കാറുണ്ട്. അവർക്ക് അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തും കൊടുക്കാറുണ്ട്. ഞങ്ങൾ ഇതിന് 10,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ സ്ഥലത്തിൻ്റെ വാടക നോക്കുകയാണെങ്കിൽ 2,000 രൂപ വാടക മാത്രം കൊടുക്കുന്നുണ്ട്. കെട്ടിടത്തിന് ഞങ്ങൾ തന്നെ അവിടെ കുറച്ച് ആൾട്രേഷൻ വർക്കുകൾ ഉണ്ടായിരുന്നു. അതായത് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 2,00,000 രൂപ ബിൽഡിംഗ് ആൾട്രേഷൻ മാത്രം ചിലവായി. കൗണ്ടറിന്, പിന്നെ കട്ടിംഗ് മെഷീന്, പിന്നെ പറയുകയാണെങ്കിൽ കോഴിയെ തൂക്കുന്ന ത്രാസിന്, പിന്നെ ഫ്രിഡ്ജ്, ഇതിനൊക്കെയും ചിലവായി. ഞങ്ങളിതൊക്കെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് സ്വന്തമായിട്ടൊരു കട തുടങ്ങണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ സയന്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ കുറഞ്ഞത് 8 മുതൽ 10 ലക്ഷം രൂപയോളം ചെലവാകും. ആദ്യം ഞങ്ങൾ സിൻഡിക്കേറ്റ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു ബാങ്കിൽ നിന്നും ലോൺ വാങ്ങിയിട്ടില്ല. അതിനുശേഷം പറയുകയാണെങ്കിൽ ഒന്നുകൂടി മെച്ചപ്പെടുത്തണമെങ്കിൽ 10 ലക്ഷം, 30 ലക്ഷം അല്ലെങ്കിൽ 1 കോടി ആണെങ്കിലും ബാങ്ക് ലോൺ എടുക്കണം. ഇപ്പോൾ കുറച്ച് ഓവർ ഡ്രാഫ്റ്റ് ഉള്ളതിനാൽ എല്ലാം തന്നെ തീർക്കേണ്ടി വരും. ഇത് മാത്രമല്ലാതെ എല്ലാം തന്നെ തീർക്കേണ്ടി വരും. ഇതിന് ഏകദേശം എൻ്റെ പ്ലാനിംഗ് പ്രകാരം ഒരു 25 മുതൽ 30 ലക്ഷം രൂപ വരെ എക്സ്പെൻഡിച്ചർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഈ 30 ലക്ഷത്തിൽ ഞാൻ ലോണൊന്നും എടുത്തിട്ടില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന IT-യിലും കോർപ്പറേറ്റിലും ജോലി ചെയ്ത് സേവിങ്സ് കൊണ്ട് ഞാനും എൻ്റെ പാർട്ട്ണറും കൂടെ 50-50% ഇട്ടാണ് ഇത് തുടങ്ങിയത്. ഈ 30 ലാക്സിൽ ഓൾമോസ്റ്റ് ഒരു 10 ലാക്സ് മറ്റേ ഇൻറ്റീരിയർ ഒക്കെ ചെയ്യാനായി, പിന്നെ എക്യുപ്മെൻറ്റ്സ് മേടിക്കാൻ ചിലവായി, പിന്നെ മറ്റൊരു 5 ലക്ഷം ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടി വരും, പിന്നെ എംപ്ലോയീസിനെ കൂട്ടിക്കൊണ്ട് വരണം, പിന്നെ കുറച്ച് അഡീഷണൽ എക്യുപ്മെൻറ്റ്സും ചിലവ് ചെയ്യണം. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് മേജറായിട്ട് ആവശ്യം വരുന്നത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാലും അത് റൺ ചെയ്യാൻ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവണം. ഈ ക്യാപിറ്റലിന് നമ്മുടെ കയ്യിൽ ഓൾമോസ്റ്റ് 30%, അതായത് ഈ 30 ലക്ഷം രൂപയിൽ ഒരു 10 ലക്ഷമെങ്കിലും കയ്യിലുണ്ടായിരിക്കണം. നമ്മുടെ ഈ ഫണ്ടിങ് ഓൾമോസ്റ്റ് ഒരു 30 ലക്ഷമെങ്കിലും അറേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ സേവിങ്സ് ഉപയോഗിക്കാം. എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു, പക്ഷേ 30 ലാക്സ് അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ എൻ്റെ ഫാമിലിയുടെ കയ്യിൽ നിന്ന് ചോദിച്ചു, പിന്നെ ഫ്രണ്ട്സിനോടും ചോദിച്ചിരുന്നു. ഒരുപാട് ആൾക്കാർ ഒരു നെഗറ്റീവ് റെസ്പോൺസാണ് തന്നത്, നിനക്ക് ഈ ബിസിനസ്സിനെ കുറിച്ച് എന്തറിയാമെന്നൊക്കെ ചോദിച്ച്. എന്നാൽ എന്നെ വിശ്വസിച്ച് എൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടിയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്നത്. ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഇത് 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു.
എന്നാൽ ഞങ്ങൾ ഇപ്പോഴും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഷോപ്പിന് തന്നെ ഒരു 30-35 ലക്ഷം ചിലവായി. അതായത് ഞാൻ ഒരു ഷോപ്പിനാണ് പറയുന്നത്. ഇനിയൊരു ഷോപ്പിന് 10-15 ലക്ഷം രൂപ ഞാൻ ചിലവ് ചെയ്തു. അത് വന്ന് റെൻറ്റഡ് ആണ്. റെൻറ്റഡ് ഷോപ്പാണത്. റെൻറ്റഡ് ഷോപ്പിന് ഞാൻ അധികമായിട്ട് ചിലവ് ചെയ്തിട്ടില്ല. 2 ഷോപ്പിനും വളരെ കുറവായിട്ടാണ് ചിലവ് ചെയ്തത്. പക്ഷെ ഒരു ഷോപ്പിന് ഞാൻ 30 ലക്ഷം രൂപ ചിലവ് ചെയ്തു. ഒന്നൊന്നായിട്ട് പാർട്ടായിട്ട് എനിക്ക് ഇൻകം കുറച്ചായിട്ട് വരാൻ തുടങ്ങിയ ഉടനെ ഇവിടെ വന്നത് ഞാൻ അത് അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഈ ലെവലിന് ഞാൻ വന്നിരിക്കുന്നു. ഫസ്റ്റ് ടൈം ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ ഒരു സീറോ, 1 രൂപ പോലും ഇല്ല പാക്കറ്റിൽ. എൻ്റെ കയ്യിൽ ഒരു മുതൽ പോലും ഇല്ലായിരുന്നു. എൻ്റെ ഫാമിനെ ഞാൻ എൻ്റെ മാമന് കൊടുത്തിട്ട് ഇത് പുതിയതായിട്ട് തുടങ്ങാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എനിക്ക് ഹെൽപ്പ് ചെയ്ത് ഒരു 5000-6000 തന്ന് ആദ്യം ഒരു ചെറിയ കട തുടങ്ങിയിട്ട് അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ ഈ ലെവലിൽ വന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു 4-5 വണ്ടിയുണ്ട്. ടോട്ടലായിട്ട് ഒരു 5-6 വണ്ടി ഉണ്ടെന്ന് വിചാരിച്ചുള്ളൂ. അങ്ങനെ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ഈ ലെവലിൽ എത്തിയത്. പിന്നെ 35 ലക്ഷം രൂപയിൽ എന്ത് ചിലവായെന്ന് വെച്ചാൽ ആൾക്കാർക്കെല്ലാം അഡ്വാൻസ് കൊടുത്തിട്ട് CCTV ക്യാമറ വെച്ചിട്ടുണ്ട്, പിന്നെ മാർബിൾ ഇട്ടു, ക്ലീനിങ് മെഷീന്, പിന്നെ കട്ടിംഗ് മെഷീന്. ഇപ്പെല്ലാം നോക്കുകയാണെങ്കിൽ 2 മെഷീനുണ്ട് കട്ടിംഗ് മെഷീൻ ഓരോ ഷോപ്പിനും. ഒന്നൊന്നിനും 55,000-60,000 രൂപ വരും ഓരോ ഷോപ്പിനും. ക്ലീനിങ് മെഷീൻ അങ്ങനെ തന്നെയാണ്. മൊത്തം 4 പേരുണ്ട് ഒരു കടയിൽ. ഒരുത്തർക്ക് 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം ഇങ്ങനെ അഡ്വാൻസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം കൊടുത്ത് ഇത്രയൊക്കെ ചെയ്താണ് ഈ ബിസിനസ് നമ്മളിങ്ങനെ തുടങ്ങിയത്. വളരെ ചിലവ് ചുരുക്കി ഞാൻ നന്നായിട്ട് ചേർത്ത് വെച്ച് എൻ്റെ ആദ്യമായിട്ട് ഞാൻ ഫസ്റ്റ് പർച്ചേസ് ചെയ്തത് തന്നെ ഈ ബിൽഡിങ്ങാണ്. ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് എല്ലാം എനിക്ക് ഹെൽപ്പ് ചെയ്ത് പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ബിൽഡിങ്ങിൽ തന്നെ ഫസ്റ്റ് ഫ്ലോർ ഞാൻ കെട്ടാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മുടെ SBI ബാങ്കിൽ ഓടിയെല്ലാം എടുത്തിട്ട്, അതായത് നമ്മുടെ ഓവർ ഡ്രാഫ്റ്റ് എല്ലാം എടുത്തിട്ട് അത് കഴിഞ്ഞ് കുറച്ചായിട്ട് ഇങ്ങനെ ഞാൻ വളർന്ന് ഈ ലെവലിലെത്തി. മത്സ്യം ചിക്കൻ റീറ്റെയിൽ ബിസിനസ് കോഴ്സിലെ ആവശ്യമായ മൂലധനം എന്നൊരു ചാപ്റ്ററിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയത്. ഈ ഭാഗം ഏറെ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മത്സ്യം ചിക്കൻ റീറ്റെയിൽ ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ മൂലധനം എത്രയാണെന്ന് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കി. ഈ കോഴ്സ് പൂർണ്ണമായി മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും സ്വന്തമായി മത്സ്യം ചിക്കൻ റീറ്റെയിൽ ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ് വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. Boss Wala. Be the boss.